ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സാധാരണ വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ചയാണ് ട്രേഡിംഗ് ഉണ്ടാവാറ്. പക്ഷേ നാളെ, അതായത് സാറ്റർഡേ, നമുക്ക് സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനുണ്ട്. അതുകൊണ്ട് തന്നെ വീക്കെൻഡ് ട്രേഡിംഗ് അല്ല, അല്ലെങ്കിൽ വീക്കെൻഡിലേക്ക് പോകുന്നില്ല മാർക്കറ്റ് എന്ന് പറയാം. എനിവേ, വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ സ്ട്രോങ് പോസിറ്റീവ് നോട്ടോട് കൂടിയാണ്. നിഫ്റ്റി അതിൻ്റെ ഏറ്റവും സർവകാല റെക്കോർഡ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ സെബിയുടെ ചില പരാമർശങ്ങൾ കാരണം ഒരു ദിവസം കറക്ഷൻ വന്നെങ്കിലും പിന്നീട് മാർക്കറ്റ് ശക്തമായി തിരിച്ചു വരികയായിരുന്നു. എനിവേ 22,338 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഒരു അവസരത്തിൽ 22,350 മുകളിലേക്ക് പോയ നിഫ്റ്റിയിൽ ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷനോട് കൂടിയാണ് 20 പോയിന്റ് കറക്ഷൻ. പക്ഷേ അത് വലിയ കറക്ഷനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ അമേരിക്കൻ വിപണികളും കൂടി ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. നാസ്ഡാക്ക് അതിൻ്റെ സർവകാല റെക്കോർഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുകയുണ്ടായി. എനിവേ, US മാർക്കറ്റ് ഇന്നും പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് നാളെയും നമുക്ക് സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനും ഒരു സ്പെഷ്യൽ ആയി മാറാനാണ് സാധ്യത കൂടുതലെന്ന് പറയാം. ഡിസാസ്റ്റർ റിക്കവറി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നാളെ പ്രത്യേക ട്രേഡിംഗ് നടക്കുന്നത്. 2 സെക്ഷനായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. രാവിലെ 9:15 മുതൽ 10 മണി വരെയും അതിനുശേഷം ബ്രേക്കാണ്. പിന്നെ 11:15 മുതൽ 12:15 വരെയാണ് ഒരു ട്രേഡിംഗ് സെഷൻ വരുന്നത്. സോ 2 ഘട്ടങ്ങളായിട്ടാണ് ട്രേഡിംഗ് വരുന്നത്. F&Oയിലും ക്യാഷിലും ഒക്കെ തന്നെ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 22,338 ക്ലോസിംഗ്. 355 പോയിന്റ് നേട്ടം. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ഇന്ന് അപ്സൈഡ് വന്നു. സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മൊമെൻറ്റം വന്നു. നല്ല റിക്കവറിയോടുകൂടിയുള്ള ട്രേഡിംഗ് ആണ് നടന്നത്. 3 പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ മാത്രമാണ് ചെറിയൊരു നേരിയ നഷ്ടം രേഖപ്പെടുത്തിയത്. അതിലൊന്ന് ഫാർമയാണ്. അതുപോലെ തന്നെ IT ഇൻഡെക്സുകളിലാണ് ചെറിയ നഷ്ടം രേഖപ്പെടുത്തിയത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ന് മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. പ്രധാനമായിട്ടും GSTയുടെ കളക്ഷൻ, അതുപോലെ തന്നെ GDP ഗ്രോത്ത് വന്നിരിക്കുന്നത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ടാക്സ് കളക്ഷൻ, ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സും അതുപോലെ തന്നെ ഇലക്ഷൻ ഫ്രീ വാല്യൂ ആയിട്ടുമാണ് ഇതിനെ കണക്കാക്കുന്നത്. മാർച്ച് സീരീസ് ആദ്യത്തെ ദിവസം നല്ല രീതിയിലുള്ള സ്റ്റാർട്ടിങ്. ഫെബ്രുവരി അവസാനിച്ചു. അതിനുശേഷമുള്ള ഒരു നല്ല ശക്തമായിട്ടുള്ള തുടക്കമായിട്ടാണ് മാർച്ച് സീരീസിൽ കാണുന്നത്. ഈ മാസം മിക്കവാറും ഇലക്ഷൻ അനൗൺസ്മെൻറ്റുകളും മറ്റും വരാനുണ്ട്. പിന്നെ ഓരോ കമ്പനികളെ സംബന്ധിച്ചിട്ട് വരുന്ന ന്യൂസുകളും വളരെ പോസിറ്റീവാണ്. ഇപ്പോൾ LNDയെ സംബന്ധിച്ചായാലും ഇന്നലെ വന്ന GDP ഫിഗേഴ്സ് ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചതുപോലെ സിമെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ബൈങ് ഉണ്ടാകും എന്നുള്ളത്. അതുപോലെ തന്നെ ഏകദേശം ഇന്ന് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിലും സിമെൻറ്റ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള റാലി ആയിരുന്നു കണ്ടത്. അപ്പോൾ കൃത്യമായിട്ടുള്ള വിശദമായിട്ടുള്ള അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ്. ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അവിടെ സ്വിംഗ് സജഷൻസും അതുപോലെ തന്നെ മാർക്കറ്റ് റിസർച്ചുകളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള വാല്യുവേഷൻ വൈസ് ഫേവറബിൾ ആയിട്ടുള്ള ഓഹരികളാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇന്നലത്തെ നേട്ടം നിലനിർത്തുകയാണെങ്കിൽ 3,350 മുകളിലേക്കുള്ള ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് നിഫ്റ്റിയിൽ ചിലപ്പോൾ 22,500 വരെ പോകാനുള്ള ഒരു സ്ട്രെങ്ത് മാർക്കറ്റിൽ കണ്ടേക്കാം. അതുപോലെ തന്നെ 22,150 to 22,200, 22,150 to 22,200 ഒരു ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോൺ ആയിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട്. അപ്പർ സൈഡിൽ 22,500 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് നാളെ ചെറിയൊരു ട്രേഡിംഗ് സെഷൻ ആയതുകൊണ്ട് എത്രമാത്രം ആക്ടിവിറ്റി വരുമെന്നും അറിയാൻ പറ്റില്ല. വരികയാണെങ്കിൽ പോലും ചിലപ്പോൾ 22,500 വരെയെങ്കിലും പോകാനുള്ള ശക്തി ഇപ്പോഴത്തെ നിഫ്റ്റിയിൽ കാണുന്നു എന്നുള്ളത് തന്നെ പറയാം. ഇനി പ്രധാനപ്പെട്ട ന്യൂസ് ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് ടാക്സ് കളക്ഷൻ്റെ ഡാറ്റ വന്നിരിക്കുന്നത് പോസിറ്റീവാണ്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് 2.98 ബില്യൺ നിന്നും 619.1 ബില്യൺ ആയിട്ട് കൂടിയതായിട്ട് അറിയുന്നു. ഇക്കണോമിക് ഫ്രണ്ടിലെ പോസിറ്റീവ് ഡാറ്റയാണ്. ഇന്ത്യയുടെ GST കളക്ഷൻ
12% വർധനവാണ് കാണിച്ചിരിക്കുന്നത്. 1.68 ലക്ഷം കോടി രൂപയാണ് ഫെബ്രുവരി മാസത്തെ GST കളക്ഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം BSE ജിയോ ഫിനാൻഷ്യൽസ് BSEയെ ലാർജ് ക്യാപ്പ് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ള വാർത്ത. അതുപോലെ തന്നെ BSE, ടാറ്റ ടെക്നോളജി, JSW ഇൻഫ്രാസ്ട്രക്ചർ, ഇർഡ ഇതൊക്കെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഇന്ത്യൻ റെയിൽവേ അവരുടെ ഫ്ലൈറ്റ് ലോഡിംഗ് ചാർജസ് 10% വർധനവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഉദ്ദേശിച്ചത് ഇന്ത്യൻ റെയിൽവേയുടെ ചരക്ക് നീക്കത്തിൽ 10% വർധനവാണ് രേഖപ്പെടുത്തിയെന്നുള്ളതാണ്. ഞാൻ ഫെയർ ആണ് പറഞ്ഞത്, പക്ഷേ അതല്ല. ചരക്ക് നീക്കത്തിൽ 10% വർധനവാണ് ഇന്ത്യൻ റെയിൽവേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് മാർച്ച് മാസം 1-ാം തീയതി, ഏകദേശം എല്ലാ മാസവും 1-ാം തീയതി തന്നെയാണ് ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് വരാറുള്ളത്. ഈ മാസവും നമ്മുടെ ഫെബ്രുവരി മാസത്തെ ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് വന്നിട്ടുണ്ട്. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറൊന്നും അല്ല വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസുകളെ സംബന്ധിച്ചിട്ട് മിക്കവാറും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഒരു മിക്സഡ് വാല്യൂയാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മിക്സഡ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ടാറ്റ മോട്ടോഴ്സിൽ തുടങ്ങിക്കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ 4% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 36,565 യൂണിറ്റുകൾ വിറ്റ ജനുവരി മാസത്തിൽ നിന്നും കുറഞ്ഞ് 35,085 യൂണിറ്റുകൾ വിൽക്കാൻ മാത്രമാണ് ടാറ്റ മോട്ടോഴ്സിന് സാധിച്ചത്. 4% കുറവാണ് രേഖപ്പെടുത്തിയത്. അശോക് ലാലൻഡിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായിരുന്നു. അത് 6% ഡൗൺ സൈഡാണ് അശോക് ലാലൻഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് വെഹിക്കിൾസിൽ ടാറ്റ 20% നേട്ടം രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ബജാജ് ഓട്ടോയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. 25% വർധനവാണ് സെയിൽസിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഐഷർ മോട്ടോഴ്സ് 6% വർധനവാണ് വന്നിരിക്കുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസിൽ നേട്ടം നിലനിർത്തി, പക്ഷേ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് എന്നുള്ളത് കുറഞ്ഞ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്തിലേക്ക് റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസ് വന്നു എന്നുള്ളതാണ്. പക്ഷേ മാരുതി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കംബാക്കാണ് അത് നിലനിർത്തി എന്ന് വേണം പറയാം. മാരുതി വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം തുടരുന്നു. ട്രാക്ടർ സെയിൽസ് ആണ് കുറച്ച് ഡ്രാസ്റ്റിക് ആയിട്ട് തോന്നിയത്. ട്രാക്ടർ സെയിൽസ് നവംബർ-ഡിസംബർ മാസത്തിൽ തുടങ്ങിയ ഇടിവ് ട്രാക്ടർ സെയിൽസിൽ ഇപ്പോഴും തുടരുകയാണ്. എസ്കോട്ട്സിലായാലും അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ട്രാക്ടർ സെയിൽസിൽ വളരെ പ്രധാനപ്പെട്ട 2 പ്ലെയേഴ്സാണുള്ളത്. ഇവർ രണ്ടുപേരുടെയും സെയിൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് പോയിക്കൊണ്ട് ഡീ ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രാക്ടറിൽ ഫെബ്രുവരി മാസത്തിൽ എസ്കോട്ട്സിൻ്റെ സെയിൽസിൽ 17% കുറവാണ് രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ M&Mൽ 16% കുറവും രേഖപ്പെടുത്തി. ജനുവരി മാസത്തിൽ എസ്കോട്ട്സിൽ 7%, അതുപോലെ തന്നെ M&Mൽ 17% കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഡിസംബറിലും 18% കുറവാണ് ഇവർ രണ്ടിലും രേഖപ്പെടുത്തിയത്. കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ടർ സെയിൽസിൽ 3 മാസമായിട്ട് കണ്ടിന്യൂസ് ഡീ ഗ്രോത്ത് നടക്കുന്നു എന്നുള്ളതും നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. TVS മോട്ടോഴ്സാണ് ഒരു എക്സെപ്ഷണലി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് TVS മോട്ടോഴ്സാണ്. TVS മോട്ടോഴ്സിൻ്റെ എക്സ്പോർട്ട് ഫിഗേഴ്സ് മാത്രം ഏകദേശം 85% വർധനവാണ് കാണിച്ചിരിക്കുന്നത്. സോ മിക്സ്ഡ് ഒരു ഫിഗറാണ്, അല്ലെങ്കിൽ ഓട്ടോ സെയിൽസ് ഫിഗർ ഫെബ്രുവരി മാസത്തിൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മിക്സ്ഡ് ഫിഗറാണ്. അതുപോലെ തന്നെ പാസഞ്ചർ സെയിൽസ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വേണം പറയാം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഇലക്ട്രിക് വെഹിക്കിളുകളിൽ ഈ ഒരു ടാറ്റ മോട്ടോഴ്സ് ചിലപ്പോൾ നാളെ നമുക്ക് സ്വിങ്ങിലൊക്കെ കവറേജ് ഉള്ള സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നു 1000 രൂപയ്ക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ. അതുപോലെ അശോക് ലാലൻഡിനെ അവരുടെ ഇലക്ട്രിക് ബസ്സുകളുടെ ഓർഡർ ബുക്കുകളും അവരുടെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും അതുപോലെ തന്നെ ആ ഒരു ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും ബസ് സെഗ്മെൻറ്റിൽ മുന്നേറ്റം കാഴ്ചവെക്കുന്ന കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അശോക് ലാലൻഡിൽ ഒരു വാല്യുവേഷൻ നമുക്ക് ഫേവറബിൾ ആണെന്ന് തോന്നുന്നു. അശോക് ലാലൻഡ് ഇപ്പോൾ 170-175 റേഞ്ചിലാണുള്ളത്. അവരുടെ വരുന്ന ഓർഡർ ഫ്ലോകളും ബിസിനസ് പൊട്ടൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 190-200 ലെവലുകളിലേക്കെങ്കിലും പോകാനുള്ളൊരു കപ്പാസിറ്റി ഇപ്പോഴും ആ ഒരു വാല്യുവേഷൻ വൈസ് ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് നോക്കുന്ന സമയത്ത് അശോക് ലാലൻഡാണ് കുറച്ചുകൂടി ഫേവറബിളായിട്ട് കാണുന്നത്. സോ അശോക് ലാലൻഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡിസ്ക്ലൈമർ എന്ന് പറയുന്നത് ഞാൻ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിങ്ങിലും ഒക്കെ തന്നെ കവറേജ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഓഹരിയും കൂടിയാണ് അശോക് ലാലൻഡ് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വന്നത് ഗെയിലുമായിട്ട് ബന്ധപ്പെട്ട സിറ്റിയുടെ റിപ്പോർട്ടാണ്. സിറ്റി ഗെയിലിൻ്റെ ടാർഗറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നു, 200 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അമേരിക്കയിൽ പ്രത്യേകിച്ചും ഗെയില് അമേരിക്കയിൽ നിന്നാണ് പ്രധാനപ്പെട്ട LNG ഇറക്കുമതി ചെയ്യുന്നത്. അവരുടെ പ്രൈസ് ഡിസ്കവറി സിസ്റ്റമായിട്ടുള്ള
ഹെൻറി ഹബിൻ്റെ പ്രൈസിൽ വലിയ രീതിയിൽ കുറവ് വന്നിരിക്കുന്നു. ഏകദേശം $2.7 നിന്നും കുറഞ്ഞ് $1.5 MMPT കുറഞ്ഞിരിക്കുന്നു. സോ ഇത് ഗെയിലിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. കാരണം ഗെയിൽ പ്രധാനമായിട്ടും നാച്ചുറൽ ഗ്യാസ് ഇമ്പോർട്ട് ചെയ്യുന്നത് US നിന്നാണ്. അപ്പോൾ അവരുടെ നല്ല രീതിയിലുള്ള കോസ്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. മുഴുവനായിട്ടും പാസ് ഓൺ ചെയ്യുന്നില്ല എങ്കിലും വലിയ രീതിയിലുള്ള കോസ്റ്റ് കുറയാൻ ഗെയിലിന് സാധ്യതയുണ്ട് ഗ്യാസിന് മുകളിൽ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എബിറ്റയിലും അതുപോലെ തന്നെ റവന്യൂവിലും നല്ല രീതിയിലുള്ള മാറ്റം ഗെയിലിൽ വരുന്ന ക്വാർട്ടറുകളിൽ നിന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് $190 നിന്ന് ഉയർത്തി $200 ടാർഗറ്റ് ഗെയിലിന് കൂട്ടിയിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ക്രൂഡ് ഓയിൽ ഫെബ്രുവരി മാസത്തിലും ഒരു ഫിക്സ്ഡ് റേഞ്ചിലായിരുന്നു. ഒരു $76 മുതൽ $83 വരെ $84 വരെയുള്ള റേഞ്ചിലായിരുന്നു ഫെബ്രുവരി മാസത്തിൽ മുഴുവനായിട്ടും ക്രൂഡ് ട്രേഡ് ചെയ്തത്. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ മാർച്ച് മാസത്തിലും കുറേ കൂടി ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ബ്രോക്കറേജ് റിപ്പോർട്ടുകളൊക്കെ തന്നെ ക്രൂഡിന് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. മിക്കവാറും പ്രഡിക്റ്റ് ചെയ്യുന്നത് $76 $85 ഇടയിലായിരിക്കും മാർച്ചിലും ക്രൂഡിൻ്റെ വില എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു എസ്റ്റിമേഷന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒന്ന് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവൻറ്റ്സുകളൊക്കെ തന്നെയുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴുള്ള ടെൻഷൻസ് അതുപോലെ തന്നെയുണ്ട്. ഒപെക് മീറ്റിംഗ് അടുത്ത ആഴ്ച വരുന്നുണ്ട്. അവരുടെ പ്രൊഡക്ഷൻ കട്ട് വീണ്ടും തുടരുമോ അല്ലെങ്കിൽ ഒപെക്കിൻ്റെ ഭാഗത്തു നിന്ന് ലിബറലായിട്ടുള്ളൊരു ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷനുമായിട്ട് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നൊരു കാര്യമാണ്. ചൈനയുടെ പാർലമെൻ്ററി മീറ്റിംഗ് ആണ് മാർച്ച് 5 തുടങ്ങുന്നത്. അവിടെ ചൈനീസ് സ്റ്റിമുലസുമായിട്ട് ബന്ധപ്പെട്ടും എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ചൈനയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ഡാറ്റ, ഇതൊക്കെ തന്നെ മാർച്ചിലും നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ കാര്യമായിട്ടുള്ള ഗതിഗതികൾ നിർണ്ണയിക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെ ട്രഷറി ഈൽഡ്, US ട്രഷറി ഈൽഡ്, അവരുടെ ഇൻഫ്ലേഷൻ ഡാറ്റ, ഇതൊക്കെ തന്നെ യുഎസിൽ നിന്നും ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ പരിഗണിക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ മാർച്ച് സീരീസ് എല്ലാം കൊണ്ടും ക്രൂഡ് ഓയിലിൻ്റെ വില കൊണ്ടും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഭാഗത്ത് വരാനുണ്ട്. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചികിത്സാ ചെലവുകളുമായിട്ട് ബന്ധപ്പെട്ട അത് ഏകീകരിക്കണം, അല്ലെങ്കിൽ അതൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ റെഗുലേറ്റ് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പോവുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല മീറ്റിങ്ങുകളും നടക്കുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നു. അങ്ങനെ പല കോഡ് ഓഫ് കണ്ടക്ട് ഈ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ സ്റ്റോക്കുകളിൽ വലിയ രീതിയിലുള്ളൊരു ഇടിവിന് സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള കൺട്രോളിങ് മെഷേഴ്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ രംഗത്ത് ഒരു ചെറിയ മാറ്റങ്ങൾ കണ്ടേക്കാം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് IT സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ ഈ ആപ്പ് ബേസ്ഡ് ബിസിനസ്സുകൾ നടത്തുന്ന ഓഹരികളെ സംബന്ധിച്ചാണ്. അതിൽ ഇൻഫോ എഡ്ജ്, മാട്രിമോണി, 99 ഏക്കേഴ്സ്, അങ്ങനെ ആപ്പ് വഴി ബിസിനസ്സുകൾ ക്യാൻവാസ് ചെയ്യുന്ന ജസ്റ്റ് ഡയൽ പോലുള്ള ഓഹരികളെ സംബന്ധിച്ചിട്ടാണ്. ഗൂഗിളിൻ്റെ പോളിസി, ബില്ലിംഗ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിൾ പല ഇന്ത്യൻ കമ്പനികളുടെ പ്രധാനപ്പെട്ട ആപ്പുകളെയും ഗൂഗിൾ സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ നീക്കുന്നു എന്നുള്ള വാർത്തകളാണ്. ഇതിൽ ഇൻഫോ എഡ്ജ്, നോക്രി, അതുപോലെ തന്നെ 99 ഏക്കേഴ്സ്, ജസ്റ്റ് ഡയൽ, ഇങ്ങനെയുള്ള മാട്രിമോണി, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആപ്പ് കമ്പനികളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ന്യൂസുകളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് ഓൾറെഡി മദ്രാസ് ഹൈക്കോർട്ടിലും പല കോടതികളും ഇതിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇളവുകൾ കിട്ടിയിരുന്നില്ല. ഇനി എന്തായിരിക്കും ഇങ്ങനെയുള്ള കമ്പനികളോട് ഗൂഗിളിൻ്റെ സമീപനം, ബില്ലിംഗ് പോളിസിയിലുള്ള മാറ്റം, എങ്ങനെയാണ് ഈ കമ്പനികൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായേക്കാം. അതുപോലെ തന്നെ LNTയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ്. LNT 5700 കോടി രൂപയുടെ ഒരു മെഗാ ഡീലുമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടതും ഹൈ പവർ റഡാറുകൾ ഇന്ത്യൻ എയർഫോഴ്സിനെ സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്റ്റിലാണ് അവർ വന്നിരിക്കുന്നത്. അതിന് പുറമെ ഇവരാദ്യമായിട്ട് വെപ്പൺ സിസ്റ്റം, അതായത് സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത വെപ്പൺ സിസ്റ്റംസ് 7668 കോടി രൂപയുടെ കരാറുകൾ മറ്റൊന്നുമായിട്ട് വന്നിട്ടുണ്ട്. അതിന് പുറമെ ഇന്നലെ LNTയെ സംബന്ധിച്ചിട്ട് അവർ രാജ്യത്ത് ആദ്യമായിട്ട് അവരുടെ ഇൻഡിജീനിയസ്ലി മാനുഫാക്ചർ ഇലക്ട്രോലൈസർ ഗുജറാത്തിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ്
900 നിലവാരത്തിൽ മുതൽ നമ്മൾ ട്രാക്ക് ചെയ്തതാണ്, 700 നിലവാരം മുതൽ ട്രാക്ക് ചെയ്തതായിരുന്നു. LNT എന്ന് പറയുന്നത് പല പ്രാവശ്യമായിട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യയുടെ ക്രൂഡ് സ്റ്റോറിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുള്ള ഒരു കമ്പനി കൂടിയാണ് LNT. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് അദാനി എൻ്റർപ്രൈസസിനെ കുറിച്ചായിരുന്നു. അദാനി എൻ്റർപ്രൈസസ് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ 3100 നിലവാരത്തിലാണ്, ഇപ്പോൾ 3300 മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു അദാനി എൻ്റർപ്രൈസസിൻ്റെ ഈ അടുത്തൊരു ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോസും അല്ലെങ്കിൽ നെറ്റ് ടു റേഷ്യോസും അവരുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സെപ്പറേറ്റ് വീഡിയോ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദാനി എൻ്റർപ്രൈസസിൻ്റെ വിശദമായിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ നടത്തിയതാണ്. സോ അദാനി എൻ്റർപ്രൈസസ് എനിക്ക് തോന്നുന്നു ഇവിടുന്നും ഇനിയുള്ള ഡെവലപ്മെൻറ്റ്സുകളും അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ബിസിനസ് പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് അദാനി എൻ്റർപ്രൈസസ്. അപ്പോൾ അദാനി എൻ്റർപ്രൈസസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, LNT ഇതുപോലുള്ള വലിയ ഓഹരികൾ നമ്മുടെ, അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്നും ICICI, ആക്സിസ് പോലുള്ള ബാങ്കുകളൊക്കെ തന്നെ നമ്മുടെ ഒരു പല ആളും ചോദിക്കുന്നതാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കഴിഞ്ഞാൽ ഏതൊക്കെ ഓഹരികളാണ് നമുക്ക് നിക്ഷേപം നടത്താൻ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇന്ത്യ ഗ്രൂപ്പ് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റോക്കുകൾ തന്നെ ഏതൊക്കെ ഇടിവുകളിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് അത്രയും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് എപ്പോഴും നന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു ഷോർട്ട് ട്രേഡിംഗ് സെഷനാണ് എന്നുള്ളത്. എന്നാലും നമുക്ക് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവ് ആയതുകൊണ്ടും ഡൊമസ്റ്റിക് സെൻറ്റിമെൻറ്റ്സും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കിട്ടാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ 22,500 എന്ന് പറയുന്ന നിലയിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് പോകുമോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് 22,200 സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് ഭാവിക്കാം. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ഇന്നും പ്രതീക്ഷിക്കുന്നു. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അനൗൺസ്മെൻറ്റുകൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇലക്ഷന് ഡേറ്റ് വരുന്നതിന് മുമ്പുള്ള അനൗൺസ്മെൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓഹരികൾ ഇതിൽ ടാറ്റ മോട്ടോഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അശോക് ലാലൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഞങ്ങളുടെ സ്വിംഗീസ് കിങ് ഫാമിലിയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ തന്നെ വിശദമായിട്ട് മുമ്പ് തന്നെ കവറേജുള്ള ഓഹരികളാണ്. മൾട്ടി-ഫോൾഡ് റിട്ടേൺസ് ഓൾറെഡി വന്ന ഓഹരികളാണ്. സോ ഇതുപോലുള്ള ഓഹരികളിൽ നിങ്ങൾക്കും ടെൻഷൻ ഫ്രീ ആയിട്ട് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ റിസർച്ച് ഐഡിയാസും റിസർച്ച് നോട്ട്സൊക്കെ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ഞങ്ങളുടെ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് വീക്കെൻഡ്. താങ്ക് യു.